സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 11-ാമത്തെ വചനം. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. പരിജ്ഞാനത്തിന്റെ 2 വ്യത്യസ്തമായ പദങ്ങളാണ് വകതിരിവും വിവേകവും. എന്താണ് ഈ വകതിരിവ് എന്ന് പറഞ്ഞാൽ? വകതിരിവ് എന്നുള്ളതിൻ്റെ അർത്ഥം എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. അത് വകതിരിവിൻ്റെ ഒരു ലക്ഷണമാണ്. എന്നാൽ വിവേകം എന്ന് പറയുന്നത് അത് എപ്രകാരം ചെയ്യണം എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. നാം മറ്റുള്ളവരെ ബഹുമാനിക്കണം, ആദരിക്കണം, നൽകണം, കൊടുക്കണം. ഇതൊക്കെ നമുക്ക് വകതിരിവോടെ ചെയ്യാൻ പറ്റും. പക്ഷെ ആർക്കാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇതൊക്കെയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിവേകം. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നാം എങ്ങനെ സംസാരിക്കണം, അതാണ് വിവേകം. ആരോട് എങ്ങനെ എപ്പോൾ ഉത്തരം പറയണം, അതാണ് വിവേകം. ഈ വകതിരിവും വിവേകവും ഒരുമിച്ച് ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവൻ അനുഗ്രഹീതനായി തീരാനിടയാകും. പലപ്പോഴും വിവേകമുണ്ടാകാം, പക്ഷെ വകതിരിവ് ഉണ്ടാവുകയില്ല. പലപ്പോഴും വകതിരിവുണ്ടാകാം, വിവേകം ഉണ്ടാവുകയില്ല. ആകയാൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം.